നമസ്കാരം. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങി പഠിക്കുന്ന സ്ട്രീം ഏതാണെങ്കിലും ശരി, +2 ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ തുടങ്ങി രാജ്യത്തെ ടോപ്പ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉൾപ്പെടെ 45-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉൾപ്പെടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസസ് തുടങ്ങി 200-ൽ പരം ഉന്നത നിലവാരമുള്ള നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ +2 സ്റ്റുഡൻസ് ഇൻ സ്പൈറ്റ് ഓഫ് ദ സ്ട്രീം ഓഫ് യുവർ സ്റ്റഡീസ്. ഇത്രയും നല്ല നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനുള്ള അവസരം കിട്ടുന്നു എന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ കൂടി പറയാം. CUET എൻട്രൻസ് എക്സാമിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് +2ന്റെ മാർക്ക് പരിഗണിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ CBSE, സ്റ്റേറ്റ് സിലബസ്, ICSE, IB തുടങ്ങിയ ഏത് ബോർഡിൽ പഠിച്ചാലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ സ്കോർ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമാണ് CUET ഓഫർ ചെയ്യുന്നത്. ഇക്കാരണം കൊണ്ട് കൂടിയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാമായി CUET മാറിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ +2 വിദ്യാർത്ഥികൾ ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഹൈലി സർപ്രൈസിംഗ് ആണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് CUET കുറിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഫൈൻ. CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നീറ്റ്, JEE ഒക്കെ പോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUET. നമ്മുടെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, പ്രസ്റ്റീജിയസ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനുള്ള അഡ്മിഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് CUET. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങി ഏത് സ്ട്രീം പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ശരി, നീറ്റ്, JEE, CLAT തുടങ്ങി എൻട്രൻസ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്പിയർ ചെയ്യാവുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണിത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ധാരാളമായി മനസ്സിലാക്കാത്ത എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു എക്സാമിനേഷൻ ആണ് ഇതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏതൊക്കെയാണ് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഈ എക്സാം കൺസിഡർ ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. 45 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉൾപ്പെടെ 200-ലധികം യൂണിവേഴ്സിറ്റികളാണ് CUET കൺസിഡർ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ആൽഫബറ്റിക് ഓർഡറിലുള്ള ഒരു ലിസ്റ്റാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ആസാം യൂണിവേഴ്സിറ്റി, ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടങ്ങി ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ഡൽഹി, സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് തുടങ്ങി 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് CUET വഴി അഡ്മിഷൻ എടുത്തത്. ഇതോടൊപ്പം തന്നെയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, അമൃത യൂണിവേഴ്സിറ്റി, അശോക യൂണിവേഴ്സിറ്റി, ഫ്ലെയിം യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി തുടങ്ങി രാജ്യത്തെ ടോപ്പ് ആയിട്ടുള്ള 200+ യൂണിവേഴ്സിറ്റീസ് CUET വഴി അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ CUET വളരെ സീരിയസ് ആയി കാണേണ്ട സമയമായിരിക്കുന്നു. വെരി ഗുഡ്. നമുക്കിനി ഇതിന്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം. സാധാരണയായി എല്ലാ വർഷവും ഫെബ്രുവരി, മാർച്ച് മാസത്തിലാണ് ഇതിനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. മെയ്, ജൂൺ മാസങ്ങളിൽ വിവിധ സ്ലോട്ടുകളായിട്ടായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ 3 സെക്ഷൻസ് ആയിട്ട് സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 എന്നിങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. സെക്ഷൻ 1 ലാംഗ്വേജ് ആയിരിക്കും, സെക്ഷൻ 2 സബ്ജക്ട് ആൻഡ് സെക്ഷൻ 3 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ 3 സെക്ഷൻസിലായിട്ട് 3 മുതൽ 10 വരെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഈ എക്സാം നൽകുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇഷ്ടത്തിനും സ്ട്രെങ്ത്തിനും അനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ് ഇതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, നമുക്കിനി സെക്ഷൻ വൈസ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. സെക്ഷൻ 1 എന്ന് പറഞ്ഞത് ലാംഗ്വേജ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സെക്ഷൻ 1-ൽ തന്നെ സെക്ഷൻ 1A, സെക്ഷൻ 1B എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ 1Aയിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഉൾപ്പെടെ 13 ലാംഗ്വേജസ് ആണ്, ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 1Bയിലാകട്ടെ സാൻസ്ക്രിറ്റും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ ഫോറിൻ ലാംഗ്വേജസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള 20 ലാംഗ്വേജസിന്റെ ലിസ്റ്റ് അവൈലബിൾ ആണ്. ഇങ്ങനെ സെക്ഷൻ 1A, 1Bയിൽ നിന്ന് 1 മുതൽ 3 വരെ ലാംഗ്വേജസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സെക്ഷൻ 1 ലാംഗ്വേജ് ആണെങ്കിൽ സെക്ഷൻ 2-ലാണ് സബ്ജക്ട് വരുന്നത്. ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങി 26 സബ്ജക്ട്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാം. മാക്സിമം 6 സബ്ജക്ട് വരെ നമുക്ക് സെക്ഷൻ 2-ൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. സെക്ഷൻ 3 എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, GT. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പക്ഷേ പല യൂണിവേഴ്സിറ്റികളിലും പല കോഴ്സുകൾക്കും മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം കോഴ്സുകളും യൂണിവേഴ്സിറ്റിയും തിരഞ്ഞെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന്. ഈ സബ്ജക്ട് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3-ൽ നിന്ന് 3 to 10 സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എങ്കിൽ പോലും സാധാരണയായി ഒരു 4 മുതൽ 6 സബ്ജക്ട് വരെ ലിമിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതായിട്ട് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആവശ്യമുള്ള യൂണിവേഴ്സിറ്റിയിൽ ആവശ്യമുള്ള കോഴ്സിന് ഏതൊക്കെ സബ്ജക്റ്റ് ആണോ ആവശ്യം അത് മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിൽ മാക്സിമം ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതിനും നല്ല സ്കോർ കിട്ടുന്നതിനും സാധിക്കും. പലപ്പോഴും വിദ്യാർത്ഥികൾ പറ്റുന്ന ഒരു അബദ്ധം ധാരാളമായിട്ടുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ടൈം ഓരോ സബ്ജക്റ്റിനും കുറവായി പോകും, അങ്ങനെ മാർക്കും കുറഞ്ഞു പോകും.
അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഈ സബ്ജക്ട് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം, സൂക്ഷിച്ചു വേണം. ഇതിനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുകയും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സും യൂണിവേഴ്സിറ്റിയും തിരഞ്ഞെടുക്കുകയും ഈ കോമ്പിനേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഇത്തരം കരിയറുകൾ ഒന്നുകിൽ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം, ഇന്റർനെറ്റ് വഴിയൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എക്സ്പെർട്ട് മെന്റേഴ്സിന്റെയോ നല്ല സ്ഥാപനങ്ങളുടെയോ സഹായത്തോടെ തന്നെ നമുക്ക് നമ്മുടെ കരിയർ കണ്ടുപിടിക്കാം, പേഴ്സണാലിറ്റിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കരിയർ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന മാച്ചിങ് കരിയേഴ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സുകളും യൂണിവേഴ്സിറ്റികളുമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ കോമ്പിനേഷന് സൂട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷനും തിരഞ്ഞെടുക്കണം. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഒരു സ്റ്റുഡന്റ് തിരഞ്ഞെടുത്തത് എന്ന് വെക്കുക. ഈ 5 സബ്ജക്റ്റിന്റെ എക്സാമിനേഷൻ മാത്രമാണ് ഈ സ്റ്റുഡന്റ് എക്സാമിന് എഴുതുക. ഇതിന് ലഭിക്കുന്ന സ്കോറുകൾ അനുസരിച്ചിട്ടായിരിക്കും ഈ വിദ്യാർത്ഥി അതത് യൂണിവേഴ്സിറ്റികളിൽ അതത് കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ഫൈൻ. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും എക്സാമിനേഷൻ എങ്ങനെയാണ്, എത്ര മാർക്കുകളാണ് എന്നും കൂടി നോക്കാം. സെക്ഷൻ 1 ലാംഗ്വേജ് എക്സാമിനേഷന് ഓരോ ലാംഗ്വേജിനും 40 ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. 45 മിനിറ്റ്സ് ഡ്യൂറേഷൻ ഉള്ള എക്സാമിനേഷൻ ആയിരിക്കും. ഓരോ കറക്റ്റ് ആൻസേഴ്സിനും 5 മാർക്ക് ആൻഡ് റോങ് ആൻസേഴ്സ് -1 മാർക്ക്. ഇങ്ങനെ മാക്സിമം 200 മാർക്സിലായിരിക്കും നമ്മുടെ ലാംഗ്വേജ് എക്സാമിനേഷൻ. ഇതുപോലെ തന്നെയാണ് സെക്ഷൻ 2 സബ്ജക്ട് എക്സാമിനേഷൻസും. ഓരോ സബ്ജക്റ്റിനും 40 ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. കറക്റ്റ് ആൻസറിന് +5 മാർക്ക്, റോങ് ആൻസറിന് -1 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ മാക്സിമം 200 മാർക്ക് ഫോർ ഈച്ച് എക്സാമിനേഷൻ ആൻഡ് ദി എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ് ഫോർ 45 മിനിറ്റ്സ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷൻ പക്ഷേ 50 ഔട്ട് ഓഫ് 60 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് ഫോർ ദിസ് എക്സാമിനേഷൻ ഈസ് ഗോയിങ് ടു ബി 250 മാർക്സ്. ഇത്രയും പറഞ്ഞിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റ് സാധാരണ എൻട്രൻസ് എക്സാമിനേഷൻസിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്ന നല്ല ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് CUET. അതോടൊപ്പം തന്നെ ടോട്ടൽ സ്കോർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് +2ന്റെ മാർക്ക് ഒരു ഫാക്ടർ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഇംപാർഷ്യൽ ആയിട്ടുള്ള CBSE, സ്റ്റേറ്റ്, ICSE, IB തുടങ്ങിയുള്ള ബോർഡുകളെ ഒന്നും കൺസിഡർ ചെയ്യാതെ നല്ല പെർഫോമൻസിൽ നമുക്ക് സാധിക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് CUET. അതുകൊണ്ട് തന്നെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ സ്ട്രീമുകളിൽ നിന്ന് ഹയർ സ്റ്റഡീസിന് താല്പര്യമുണ്ടെങ്കിൽ BSc, BA, BCom, BBA, ഫോറിൻ ലാംഗ്വേജ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി തുടങ്ങി വിവിധങ്ങളായ സബ്ജക്റ്റുകളിൽ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല എക്സാമുകളിൽ ഒന്നാണ്, എൻട്രൻസ് എക്സാമുകളിൽ ഒന്നാണ് CUET. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കരിയേഴ്സ് തിരഞ്ഞെടുക്കുകയും അതിന് വേണ്ട ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും CUET എഴുതുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയറിൽ എത്തിച്ചേരുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.